ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ സ്പൂൺ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയത്. ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് തല്ലുകൂടിയിരുന്നു. തല്ലുകൂടല്ല, ചാവരുത്ത് പ്ലീസ്, ചാവരുത്ത്. ചത്തില്ല വായിക്കും. ഓക്കെ, എന്താ പറയുക വെച്ചാൽ ഓഫ് ക്യാമറയിൽ ഞാനിരുന്ന് കുറേ ഗ്രൈൻഡ് ചെയ്തു. കാണിച്ചു തരാം. ഇതാ എൻ്റെ ഇൻവെൻട്രി നോക്കേ. ഇതാ ഇതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയതാ. അതാണ് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് വഴുകിയത്. അതുകൊണ്ടാണ് കുറച്ച് വഴുകിയത് വീഡിയോ ഇടാൻ. ഇതായിരുന്നു, ക്ഷമിക്കണം. എന്തായാലും ഞാൻ ഒരു ഫർണീസ് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയായിട്ട്. അങ്ങനെ ഒരു ഫർണീസ് ഉണ്ടാക്കി. ഇതിനെ ഇവിടേക്കെത്തി. അങ്ങനെ ഒരു ഫർണീസ് ഉണ്ടാക്കി. ഫുഡ് എവിടെ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, മോബ് ഫാം. അതായത് നമ്മളിവിടെ ഇങ്ങനെ താഴത്ത് നിൽക്കും. മുകളിൽ നിന്ന് ഇങ്ങനെ മോബുകൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വന്ന് വീഴും. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഓസിക്കാടെ ഇങ്ങനെ കൊല്ലും. ചെറുതായിട്ട് പണിയുണ്ട്, പക്ഷെ അടുത്ത് ആവശ്യത്തിലധികം സ്റ്റോണ് ഉള്ളത് കൊണ്ട് അതിൻ്റെ പണി വരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. സ്ലാബ് എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല. ഞാൻ ഇവിടെ അല്ല ഉണ്ടാക്കണത്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം കണ്ടോ, ഇത് വലിയൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കണം, ഈ 1 ബ്ലോക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് വിട്ടിട്ട് ഉണ്ടാക്കണം. ഏതൊക്കെ അടുത്ത് ഉണ്ടാക്കണമെന്നില്ല. ഏതായാലും എനിക്ക് അടുത്ത് ഉണ്ടാക്കണമെന്നില്ല. ജസ്റ്റ് മിസ് ഇപ്പം പോയിന്ന് താഴത്തേക്ക്. ഇതെല്ലതാണ് ഞാൻ നിൽക്കണേ. ഇവിടെ ഓക്കെ. ഇനി നമ്മളിവിടെ ചെറിയൊരു ഇതുണ്ടാക്കണം. ഞാൻ ഈ മോഡ്സൊക്കെ കയറ്റുന്നത് ഇതാ ഒരു ആപ്പിൽ കൂടെയാണ്. അതായത് എഡോൺസ് പറഞ്ഞൊരു ആപ്പ്. ഏകദേശം ഒരു മറ്റേ നമ്മളെ സ്റ്റീവില്ലേ, അതായത് ഇൻ്റെ ഈ മോന്ത ഏകദേശം തോന്നും. ഈ മോന്തയും പിന്നെ ഒരു സോംബിൻ്റെ മോന്തയും രണ്ടും ഹാഫ് അങ്ങനെ കൂട്ടി വെച്ച് ഏകദേശം. അതിൻ്റെ സെൻറ്ററിലൊരു പൊളിയുണ്ട്. അങ്ങനെയാണ് ഒരു സ്റ്റാക്കാണ് കഴിഞ്ഞത്. എന്താ കേട്ടോ, ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കണുണ്ടോ? എനിക്കതാണ് ഇതെന്താ സംഭവം മനസ്സിലാവാത്തത്. അതാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷെ അതെന്താണെന്ന് മാത്രം എനിക്കറിയില്ല. അടിയിലാണ് നിൽക്കും. ഇതൊക്കെ കണ്ടില്ല, ഇതിൻ്റെ ഇടക്കിടക്കൊക്കെ ഇവിടെ അങ്ങനെ അടിയിൽ നിൽക്കണേ. ഞാൻ ഈ സ്ലാബ് തന്നെ വെച്ചിട്ടുണ്ടാ ഇവിടെ ഉണ്ടതാ. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നോട് ഞാനിതിൻ്റെ ലോബിയിൽ നിൽക്കുന്ന സമയത്ത് കണ്ടിരുന്നു. എന്താണെന്നല്ല, 90% ബഗ് ഫ്രീ പറഞ്ഞിട്ട്. പിന്നെ അതവിടെ കണ്ടോ, നമ്മൾ ഈ സെറ്റിങ്സ് ചെയ്ത സംഭവം ഇവിടെ സോഷ്യൽ എന്ന് പറഞ്ഞ സംഭവം. മറ്റേ മൾട്ടിപ്ലെയറിൻ്റെ അങ്ങനെ വലിയ എന്തെന്നാവോ എനിക്കറിയില്ല. സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഈ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇനി നമ്മളിവിടെ പറയുന്നത് സെൻറ്ററിൽ 4 ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മളിത് ഈ സ്ലാബ് ഇവിടെ വെക്കണം. ഓക്കെ, സ്ലാബ് വെച്ചു. നമ്മളിത് അങ്ങനെ മണ്ടിപ്പോയിട്ട് ഈ ചെസ്റ്റ് വല്ല ലൈനുണ്ടോ? ഉണ്ട്. അല്ല, ചെസ്റ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഉണ്ടല്ലോ. ഇല്ലേ, പക്ഷേ ഇതിൻ്റെ ഉള്ള ജസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ബക്കറ്റ് വേണം. ബക്കറ്റ് എടുത്തിട്ട് ഉദ്ദേശിച്ചത് ഈ വാട്ടർ ബക്കറ്റിനാണ്. അയ്യോ, ഈ കോള് കണ്ടോ? ഈ കോള് വേണ്ട. അയ്യണ എവിടെയാണ്? അയ്യണൊക്കെ എവിടെ? ഓക്കെ, അയ്യണതാ. ഓക്കെ, ഞാൻ ഈ 12 എടുത്ത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാണ്. ഈ 12 എടുത്തിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടണം. അപ്പം അതിന് വേണ്ടി തന്നെ. ഓക്കെ, 12 എടുത്തു. ഇനി നമ്മൾ വേഗം ചെന്നിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അവിടെ സ്മെൽറ്റ് ആവട്ടെ. അത് അയണാവും. ആകെയുള്ളൊരു വെള്ളമാണ്. ഈ വെള്ളം പോയി. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെയൊന്ന് എന്നിട്ട് നമ്മൾ താഴത്ത് കറങ്ങുക. എന്നിട്ട് ഇത് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റുക. പക്ഷെ ആളത്തനൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിവിടെ നിൽക്കുക. ഓക്കെ, അത് റെഡിയായി. ഇനി നമ്മൾ ഇവിടുന്ന് 22 ബ്ലോക്ക് 22 ബ്ലോക്ക് മുകൾക്ക് പോകണം. അപ്പോൾ 22 ബ്ലോക്ക് മുകൾക്കണം നമ്മളത്. ആദ്യം ഞാനിതൊന്ന് മൊത്തം ചുറ്റട്ടെ. ഓക്കെ, ഓക്കെ, ഇത് മൊത്തം ചുറ്റണം. ഈ സാധനം കണ്ടോ? ഇവിടെ നമുക്ക് വേണം. നമുക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടണം. ഓക്കെ, ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ സാധനം കണ്ടോ? ഇതാ ഇവിടെ വേണ്ട. ഓക്കെ, ഇനി നമ്മൾക്ക് 22 ബ്ലോക്ക് മുകളിലേക്ക് വേണം. ഓക്കെ, ഞാനങ്ങനെ 21 ബ്ലോക്ക് മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ല, സോറി, 22. എന്നിട്ട് നമ്മൾ ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് താഴത്തൊക്കെ പോകും. ഓക്കെ, അങ്ങനെ താഴത്തൊക്കെ എത്തി. അയ്യാ, ഒലിച്ചു പോവല്ലേ. അയ്യോ, ഒക്കെ മുഞ്ചി. അയ്യോ, ശേ, താഴത്തൊക്കെ പിടിച്ചേ. ഓക്കെ, അങ്ങനെ അത് റെഡി. ഓക്കെ, ഇനി നമ്മളിത് മൊത്തം ഏകദേശം ആ ഹൈറ്റ് വരെ എത്തിക്കണം. അങ്ങനെ അത് മൊത്തം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആവാനായി. ഏകദേശം 6 മണിയിട്ടുണ്ടാവും. 5 ദിവസമായി. ഇനി നമ്മൾ ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 8 എണ്ണല്ലേ? 9
ഓക്കെ, ഏകദേശം 9 നമ്മൾ ഇങ്ങോട്ട് വെക്കണം. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇതാ 9. അങ്ങനെ ഇത് മൊത്തം 4 പുറം നടക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 4 പുറം അതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കുക. അതായത് ഇവിടുന്ന് നമ്മൾ 8 ബ്ലോക്കാണ് അങ്ങോട്ട് പോകേണ്ടത്. സോറി, 9 ബ്ലോക്ക്. എനിക്ക് എന്തോന്ന് പിഴച്ചിക്കണോ കാണിച്ചിട്ടോ. അതായത് ഇവിടെ വെള്ളം ഒഴിച്ചാൽ കണ്ടില്ലേ, ഇതുവരെ പോകണുള്ളൂ. അപ്പോൾ ബാക്കി 2 ബ്ലോക്കോ. അപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ള പരിപാടിയാണ്, ആ വെള്ളം എടുത്തിട്ട് ഇവിടെ 2 ബ്ലോക്ക് വെക്കുക. എന്നിട്ട് എന്നിട്ട് ഇത് ഇവിടെ വെക്കുക. അപ്പോൾ കണ്ടില്ലേ, അത് വരുമ്പോൾ. അപ്പോൾ നമ്മളിതാ ആക്ച്വലി 2 ഇവിടെ പോകുന്നത്. ഇനി നമ്മൾക്ക് ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഒരു വെള്ളം കൂടി ആവശ്യം വരും. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് പൂർത്തിയാക്കിയിടാം. അതായത് ഇനി ഇത് കണ്ടോ, ഇതേപോലെ ഇവിടെ എല്ലാം വേണം, ഇത് സെയിം സാധനം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഫുള്ളാക്കണം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ 4 സൈഡിലും വേണം. അങ്ങനെ ഇത് മൊത്തത്തിൻ്റെ 4 പുറമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇതെല്ലാം കൂടി ഒരേപോലെ ഈ സ്ക്വയറിൽ യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ യോജിപ്പിച്ചിട്ട് അടുത്തത് അങ്ങനെ ഗൈസ്, ഇതിപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടു എടുക്കട്ടെ. നമ്മളുടെ മോബ് ഫാം ഫുള്ളായിട്ടുണ്ട്. വെള്ളം ഇവിടെ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്യുന്നത് 2-3 പ്രാവശ്യം മഴ പെയ്തു. അങ്ങനെ നമ്മളത് ഫുള്ളാക്കി. ഞാൻ അത് മുകളിൽ സ്ലാബാണ് വെച്ചിരിക്കണത്, എന്നാൽ മോബ്സ് സ്പോൺ ആവില്ലല്ലോ. എൻ്റെ ഏകദേശം വുഡൊക്കെ എത്തിക്കഴിഞ്ഞു. ഏകദേശം ഒരു സ്റ്റാക്ക് പ്ലാങ്കും 1/2 സ്റ്റാക്ക് പ്ലാങ്ക് കഴിഞ്ഞു, 1 സ്റ്റാക്ക് വുഡും കഴിഞ്ഞു. ഇതെല്ലാതും കൂടി ഇതാക്കി കൊടുക്കും. അത്രയും കഴിഞ്ഞിരിക്കണം എൻ്റെ. അതുകൊണ്ട് ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇനി ഇതിൻ്റെ 4 പുറം ഈ 2 ബ്ലോക്ക് ഹൈറ്റ് മതിൽ കെട്ടി, പിന്നെന്താണ് മുകളിൽ സ്ലാബ് കിട്ടും. അതായത് ഞാൻ സ്ക്രൗച്ച് ചെയ്തിട്ടല്ല, ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ 3 ബ്ലോക്ക് കൊടുക്കുക. ചിലപ്പോൾ എൻഡർമെൻറ്റ് സ്പോൺ ആവും, എൻഡർമെൻറ്റാണ് കുഴപ്പം. അപ്പം ഇനി നമ്മളുടെ ഇത് തുടങ്ങണേ, മോബ് സ്പോണർ വർക്കൗട്ട് ആവുമെന്ന് അറിഞ്ഞൂടെ, ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ അത് ചെയ്യുന്ന സമയത്ത് 2 സോംബീസ് സ്പോണായിരുന്നു ഇവിടെ, അതുകൊണ്ട് സ്പോൺ ആവുമായിരിക്കും. ഷിറ്റ്, എന്താണ് ഇവിടെ ഒരു വെളിച്ചം? ഇതെങ്ങാലുമാണോ? അല്ല അല്ല അല്ല, ഇതല്ല വെളിച്ചം, ഇതല്ല വെളിച്ചം. എന്തോന്ന് കുഴപ്പമുണ്ട്, എന്താണ് എന്നറിഞ്ഞൂടാ. എന്തായാലും അയ്യ അമ്മേ, ഒരു കുഴപ്പമുണ്ട്. എന്താ നോക്കട്ടെ ഞാൻ പോയിട്ട്. ഗൈസ്, ഇതിൽ യാതൊരു പ്രശ്നം തന്നെ കാണാനില്ല. യാതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നം കണ്ടില്ലേ. ഞാനിങ്ങോട്ട് വന്നതുള്ളൂ, ഒക്കെ സ്പോണാവാൻ തുടങ്ങി. ഇത് എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഇത് പൊളിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നു. പൊട്ടിത്തെറിപ്പം എന്നെ കാണും, ഇവിടെ വന്ന് എന്നെ കാണും. അതുകൊണ്ട് കയ്യിലൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ എപ്പോഴും വേണം. ഏതായാലും ലാഭമായി, സാധനങ്ങൾ ലാഭമായി. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമ്മൾ എവിടെ, അതാ ഇവിടെ
എന്നിട്ട് ഇവിടെ ഒക്കെ പിന്നെ 4 എണ്ണം കൂടി ഉണ്ടാക്കുക. പക്ഷേ എന്തൊക്കെ ഞാൻ നിൽക്കണം. ഓക്കെ, കറക്റ്റ്. പൊട്ടരുത്. ഇനി ഇവരെല്ലാവരും ഞാൻ കൊല്ലും. സ്പോണാടാ. ഇതാ വീണു ചത്തു. ഒരു ലോഡ് 50 മില്ലുണ്ട്. ഓക്കെ, വീഴ ചാവുക. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഏതായാലും നല്ലൊരു സ്ഥലം തന്നെ. എന്നെയൊക്കെ സമ്മതിക്കുന്നത് ഉണ്ടാക്കിയതിന്. വീഴാച്ചാവുക. ഇതന്നെ എല്ലാ കളികളും പറയും. ഞാൻ പോയി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പണിയാവും. ഇതെനിക്ക് കൊല്ലാൻ കിട്ടണമെന്നില്ല. അപ്പം എനിക്ക് ഇതൊന്നും വേണ്ട. ഞാൻ അവിടെ വെറുതെ വന്ന് നിന്നാൽ മതി എന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതാണ് നമ്മളുടെ ഫാം, സോംബി ഹൊറർ ഫാം. എല്ലാത്തിനെയും കൊല്ലണം ഞാൻ, എല്ലാത്തിനെയും കൊല്ലും. അങ്ങനെ എൻ്റെ ഫാം റെഡി. അങ്ങനെ നമുക്കിനി അടുത്ത വീഡിയോ ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.